പിതാവിനും പുത്രനും പരിശുദ്ധ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ബൈബിൾ പഠനം തുടങ്ങുകയാണ്. നെറ്റിൻ്റെയും മഴക്കാലം ഒക്കെ ഇപ്പോൾ വളരെ പ്രയാസമാണ്, ഇപ്പോഴും ശരിയായിട്ടില്ല. എങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അത് പാഠം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇതങ്ങ് ഒരുപാട് നീണ്ടുപോകും. നമ്മൾ 14-ാം അധ്യായം മുഴുവനും കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അബ്രഹാമിൻ്റെ പൂർവ്വപിതാവായ നമ്മുടെ ആദ്യ പിതാവായ അബ്രഹാമിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ അധ്യായങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് 15-ാം അധ്യായം ആണ് ഇനിയിപ്പോൾ എടുക്കുന്നത്. 15-ാം അധ്യായത്തിൽ പറയുന്നത് അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ദർശനം എപ്പോഴാണ്? അത് ഉറങ്ങുമ്പോഴായിരുന്നു. അബ്രഹാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്. അപ്പോൾ ദർശനത്തിൽ കർത്താവ് പലപ്പോഴും ഉറക്കത്തിൽ ദർശനമുണ്ടാവും. അത് അങ്ങനെ പറയുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ നമ്മുടെ ഈശോയുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിന് എല്ലാം കർത്താവ് സംസാരിച്ചതെല്ലാം ദർശനത്തിലായിരുന്നു, ഉറക്കത്തിൽ. അതുപോലെ മുൻപ് അബ്രഹാമിനെയൊക്കെ ശേഷം യാക്കോബിൻ്റെ മകൻ ജോസഫിന് ദർശനങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദർശനങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നു. ഈ ദർശനങ്ങളൊക്കെ കർത്താവ് അത് നമ്മൾ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോഴാണ് സംസാരിക്കുന്നത്. കർത്താവിന് സംസാരിക്കാൻ, ദൈവത്തിന് സംസാരിക്കാൻ ഉള്ള സമയമാണത്. അപ്പോൾ മറ്റു കോലാഹലങ്ങളൊന്നുമില്ലാതെ മനസ്സും ശാന്തമായിരിക്കും, ചുറ്റുപാടും ശാന്തമായിരിക്കും. അതുകൊണ്ടാണ് ആ സമയം ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോഴാണ് തൻ്റെ വിശ്വസ്തർക്ക് തന്നോട് സംവദിക്കാനും ഇത് കേൾക്കാനും അറിയാനും ഒക്കെ ഉള്ള അവസരം നല്ലതുപോലെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അബ്രഹാമിനെ ഇപ്പോൾ ഇവിടെ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, അബ്രഹാത്തിന് ദർശനത്തിലുണ്ടായി വിളിച്ചു, അബ്രഹാം, നീ ഭയപ്പെടേണ്ട, ഞാനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 5-ാം തവണയാണ് കർത്താവിന് അബ്രഹാമിന് ഒരു ദർശനം ഉണ്ടാകുന്നത്, ദൈവത്തിൻ്റെ വിളി കൊണ്ടുവരുന്നത്. നമ്മൾ 13-ാം അധ്യായം മുതൽ കാണുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. ഓരോ സമയത്തും വിളിച്ച് ആ പരീക്ഷണങ്ങൾ അത് ചെയ്ത് അനുസരിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത വിളി വരുന്നത്. ഇവിടെ 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതുപോലെയല്ല അബ്രഹാം ചെയ്തത്. അബ്രഹാം നിൻ്റെ നാടും വീടും ഒക്കെ ഉള്ളതൊക്കെ എല്ലാം വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് നീ ഒറ്റയ്ക്ക് വരണമെന്നാണ് പറഞ്ഞത്. അത് ഭാര്യയും നീയുമായിട്ട് വരണം. കാരണം അപ്പോഴാണ് കർത്താവിന് സംസാരിക്കാൻ പറ്റുന്നത്. കർത്താവ് സംസാരിക്കുന്നത് കേൾക്കുകയും അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ നോക്കണം, കൂടെ വരുന്നവരുടെ. അപ്പോൾ അത് തടസ്സമാവും കർത്താവിനെ അനുസരിക്കാനും പിൻചെല്ലാനും. അതുകൊണ്ട് അവരെ ഒന്നും നോക്കണ്ടെന്നല്ല പറയുന്നത്, അതിനൊക്കെ സമയം കർത്താവ് കൊടുക്കും. അപ്പോൾ ഇപ്പോഴും കർത്താവിനോട് ബന്ധപ്പെടണമെങ്കിൽ ഒറ്റയ്ക്കായിരിക്കണം, ഏകനായിരിക്കണം, അതിനുള്ള സമയമുണ്ടാകണം. അതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ആദ്യത്തെ വിളിയിൽ അബ്രഹാം അത് മുഴുവനായിട്ട് ശ്രദ്ധിച്ചില്ല, ചെയ്തില്ല, അനുസരിച്ചില്ല. എല്ലാവരെയും കൂട്ടി, പിതാവിനെയും എല്ലാവരെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പിന്നെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, പിന്നെ അപ്പോഴത്തേക്ക് 4-5 വർഷം കഴിഞ്ഞാണ് പിന്നെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും അങ്ങനെ ദൈവം സംസാരിച്ച് അത് പൂർത്തീകരണമായി എന്ന് വരുമ്പോഴാണ് വീണ്ടും തൻ്റെ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 15-ാം അധ്യായത്തിലാണ് അബ്രഹാം കർത്താവിൻ്റെ കൽപ്പന
പൂർണ്ണമായിട്ട് അനുസരിച്ച് അതിന് വിധേയനായി പ്രവർത്തിക്കുന്നത്. കാരണം 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അബ്രഹാം കർത്താവിനുള്ള വിശ്വസ്തത, കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ പ്രത്യാശയിൽ, ആ പ്രതീക്ഷയിലാണ് ഇറങ്ങി തൻ്റെ സഹോദരൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ടത്. 318 പേരുമായിട്ട് ചേർന്ന് 5 രാജാക്കന്മാരും അവരുടെ സൈനികരുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെട്ടത്. സാധാരണ രീതി നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. ആ ഒരു വിജയപ്രതീക്ഷയൊന്നുമില്ല, നല്ലപോലെ തോറ്റ് പൂർണ്ണമായിട്ട് നശിക്കും എന്നുള്ളതറിയാം. പക്ഷേ അവിടെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളതാണ്. കാരണം എന്നെ വിളിച്ചവൻ എനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ പ്രതീക്ഷ അത് അബ്രഹാം കൈവെടിഞ്ഞില്ല. അപ്പം ആ 14-ാം അധ്യായത്തിൽ കാണുന്നു, അബ്രഹാം കർത്താവിന് പൂർണ്ണമായിട്ട് വിധേയനായി, പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചു. കർത്താവാണ് നയിക്കുന്നത്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, 10,000-ങ്ങളോടെ യുദ്ധം ചെയ്തത് കർത്താവാണ്, അല്ലാതെ എൻ്റെ 318 പേരുമായിട്ട് അല്ല ഈ യുദ്ധം വിജയിച്ചത്. കാരണം യുദ്ധം ആരും നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ട് വിജയിച്ചു. കർത്താവിൻ്റെ തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ വിളിയനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ദൈവം എപ്പോഴും സമീപസ്ഥനായിട്ട് കൂടെ ഇരുന്ന് നയിക്കും എന്നുള്ളത് അബ്രഹാമിന് മനസ്സിലായി. അപ്പം കർത്താവ് അത് അബ്രഹാമിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദൈവമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ദൈവമാണ് നടക്കുന്നതെങ്കിൽ അതിന് ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് നീങ്ങുക. നമ്മൾ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, ആമേൻ പറഞ്ഞ വിശുദ്ധ കന്യാമറിയം കർത്താവ് ദൂതൻ മുഖേന കൽപ്പിച്ച വാർത്ത കേട്ടു, അതിന് സമ്മതമാണെന്നുള്ളത് അറിയിച്ചു. അങ്ങനെ കന്യാമറിയം അതിന് ആമേൻ പറഞ്ഞ് അറിയിക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് നടന്നിരിക്കും. അത് നമ്മൾ പുതിയ നിയമത്തിലും കാണുന്നു. പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് ഇപ്പോൾ അബ്രഹാം ചെയ്തിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഇത് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബൈബിളിൽ ഏതാണ്ട് 35,800-ഓളം വചനങ്ങൾ, അതിൽ 8,500 വാഗ്ദാനങ്ങളാണ് കാണുന്നത്. ഓരോരോ വാഗ്ദാനങ്ങൾ ഓരോ സമയത്തും കൊടുത്തിരിക്കുന്നത്. അത് എല്ലാം നിറവേറിയിട്ടുണ്ട്. ഒറ്റ ഒരു കാര്യം പോലും നിറവേറാതിരുന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ 8,500 പോയിട്ട് ബാക്കിയുള്ളതാണ് അതിൽ വചനങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 8,500 വാഗ്ദാനങ്ങളാണ് ദൈവജനത്തിന് വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് ഓരോന്നും. അപ്പോൾ അതിനെ ആമേൻ പറയുന്നത് നിസ്സാര കാര്യമല്ല. ദൈവം അത് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് ആമേൻ പറയുന്നത്. അങ്ങനെ ഏറ്റുപറച്ചിലാണ് ദൈവം അത് ആ സമയത്തിന്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന് അത് നടത്തുമെന്നുള്ള പ്രത്യാശ ഉണ്ടായിട്ടാണ് ആമേൻ പറയുന്നത്. അല്ല ചുമ്മാതെ അങ്ങ് പറയുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് അബ്രഹാമിനെ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പരിചയമായിരിക്കും, ഞാൻ നിനക്ക് പരിചയമാണ്. ഈ പരിചയം എന്തിനുള്ളതാ അറിയാമല്ലോ. ആരെയും ആക്രമിക്കാനുള്ളതല്ല. ദൈവം ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല ആരെയും തൻ്റെ സ്നേഹിതനെ വിശ്വസ്തനെ തിരഞ്ഞെടുക്കുന്നത്. അബ്രഹാമിന് ആ ഒരു പദവി കിട്ടി, വിശ്വസ്തനാണ്, ദൈവത്തിൻ്റെ സ്നേഹിതനാണ് എന്നുള്ളത്. വിവിധ പരീക്ഷണങ്ങളിൽ കൂടിയാണ് അത് ദൈവം അബ്രഹാമിന് ആ വിശ്വസ്തൻ എന്നുള്ള പട്ടം, സ്നേഹിതൻ എന്നുള്ള പട്ടം ചാർത്തി കൊടുത്തത്. അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി, സ്വയം ജീവരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് സ്വയം ജീവരക്ഷയ്ക്ക് വേണ്ടി അണിയാനുള്ളതാണ്, ഉപയോഗിക്കാനുള്ളതാണ്. അല്ലാതെ ആർക്കും ദോഷം ചെയ്യാനല്ല, ആരെയും മുറിവേൽപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ഞാൻ നിനക്ക് പരിചയമായിരിക്കും, നിൻ്റെ കൂടെ ഞാനുണ്ട്,
എല്ലാം തടയാൻ, മറ്റുള്ളവരെല്ലാം തടയാനായിട്ട് സാധിക്കും. അത് ഞാൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർത്താവിൽ അങ്ങനെ കർത്താവ് പറഞ്ഞതെല്ലാം അവിടുന്ന് അബ്രഹാം വിശ്വസിച്ചു, പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ പറയുന്നത് 15:6 അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. നമുക്ക് നീതിമാൻ, കർത്താവിന് മുൻപിൽ നീതിമാനാണ്, നീതിയുള്ളവനാണെന്ന് പറയണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിരിക്കണം. ഒരു സംശയമില്ലാതെ ചഞ്ചലചിത്തനാകാതെ അത് ചെയ്തിരിക്കണം. അങ്ങനെയാണ് ഇവിടെ അബ്രഹാം ചെയ്തത്. അപ്പം തന്നോടുള്ള വിശ്വസ്തതയുടെ മാറ്റി തെളിയിക്കാൻ കർത്താവ് പല പരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം അബ്രഹാം 100% വിജയിച്ചു. ഒന്ന് പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ 7 എണ്ണം പ്രധാനമായിട്ട് കാണാം. ഒന്ന്, ദൈവം പറയുന്നിടത്ത് വന്ന് വാസം ഉറപ്പിക്കാൻ. എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് വരണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാവരെയും, കാരണം ഒന്നും കർത്താവിനെ ശ്രമിക്കണമെങ്കിൽ ഒന്നും പാടില്ല, മറ്റ് ബന്ധങ്ങൾ ഒന്നും പാടില്ല. അത് ബന്ധനങ്ങളായിട്ട് മാറും. അതുകൊണ്ടാണ്, കാരണം കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചിരിക്കണം. ആ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കണം, അനുസരിച്ചിരിക്കണം, പ്രവർത്തിച്ചിരിക്കണം. അതിന് മറ്റുള്ളവർ തടസ്സമാകും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് വരാൻ. പക്ഷെ അവിടെ തെറ്റ് പറ്റിയെങ്കിലും അത് അവിടുന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ച് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. കർത്താവ് വിളിച്ചെടുത്തോട്ട് എല്ലാവരും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടായി. എങ്കിലും പിന്മാറിയില്ല. പിതാവ് മരിച്ചു, പിന്മാറിയില്ല. അതെല്ലാം ദൈവം വിളിച്ചെടുത്തോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ വിഗ്രഹ ആരാധകനായിരുന്ന അബ്രാഹത്തിന് സത്യദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഏതാണ്ട് ബോധ്യം വന്നു. പക്ഷെ പൂർണ്ണബോധ്യം വരുന്ന ഇവിടെ 14-ാം അധ്യായത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിളിക്കുന്നിടത്തോട്ടെല്ലാം പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പരീക്ഷണം കർത്താവ് പറയുന്നിടത്തെല്ലാം പോകുന്നുണ്ട്. കർത്താവ് തെറ്റ് പറ്റിയതെല്ലാം കർത്താവ് അത് നന്മയ്ക്കായിട്ട് മാറ്റി തിരുത്തുന്നുണ്ട്. അത് ഈജിപ്തിൽ പോയത് കർത്താവ് പറഞ്ഞിട്ടും അല്ല, ചോദിച്ചിട്ടുമൊന്നുമല്ല. കർത്താവ് അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് ഇതൊക്കെയാണോ ചോദിക്കേണ്ടത്. എന്ത് ചെയ്യേണ്ട, ക്ഷാമം വന്നപ്പോൾ ജീവൻ രക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പോയത്. സ്വന്തം ഭാര്യയുടെ മാനം പോലും നോക്കാതെ അവിടെ പോയത്. അതിൽ ചിന്തിച്ചില്ല, നമ്മൾ സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് പോയത്. അതാണ് കണ്ടത്. എൻ്റെ സ്വന്തം ജീവനെങ്കിലും രക്ഷിക്കാം. ഇതാണ് പറഞ്ഞത്. ഞാൻ പലപ്പോഴും പറഞ്ഞ അബ്രാമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു ശുദ്ധ ഹൃദയൻ ആണ്. ശുദ്ധ ഹൃദയൻ, അതിലൊരുപാട് ശുദ്ധ ഹൃദയന്മാർക്ക് ഒരുപാട് മണ്ടത്തരം പറ്റും, അബദ്ധങ്ങൾ പറ്റും, പരാജയം പറ്റും. അത് തന്നെയാണ് അബ്രാമിനും പറ്റിയത്, ഈജിപ്തിലോട്ട് പോയത് ക്ഷാമം മാറ്റാൻ. അപ്പോൾ കർത്താവാണ് വിളിച്ചത്, കർത്താവാണ് നയിച്ചത് ഇവിടെ താമസിക്കാൻ എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചെങ്കിലും ചഞ്ചല ചിത്ത വന്നപ്പോൾ ശുദ്ധഹൃദയർക്ക് അങ്ങനെയാണ് വരുന്നത്. ശുദ്ധന് വിഡിത്തം വരും. അപ്പോൾ ഇവിടെ കർത്താവ് അതെല്ലാം തരുമെന്ന്, ബാക്കി വേണ്ടുന്നത് ഈ കുഴപ്പങ്ങൾ, ഈ ക്ഷാമമൊക്കെ അതിൽ തനിക്ക് വേണ്ടിയതെല്ലാം കർത്താവ് പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വേണമായിരുന്നു. അപ്പോഴും ഇത്രത്തോളം വന്നിട്ട് ചിന്തിച്ചില്ല. ഇത് നിസ്സാര കാര്യമല്ലേ, അതിന് കർത്താവിനോട് ചോദിക്കാൻ അങ്ങ് പോയി കളയാമല്ലോ, പോയി രക്ഷപ്പെടാമല്ലോ, അവിടെ പോയി സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കുക എല്ലാം ഉണ്ട് ഈജിപ്തിൽ എന്ന് വിചാരിച്ചാണ് അവിടെ പോയത്. അപ്പോഴാണ് ഭാര്യയുടെ കാര്യവും വരുന്നത്. ആ ഭാര്യ അതീവ സുന്ദരി ആയതുകൊണ്ട് തനിക്ക് ജീവഹാനി വന്നെങ്കിലോ തന്നെ കൊന്നിട്ട് അവളെ തട്ടിയെടുക്കാൻ ആരെങ്കിലും മുതിർന്നെങ്കിലോ എന്ന് വിചാരിച്ചാണ് പറഞ്ഞ സഹോദരിയാണെന്നുള്ളത്. അപ്പം അവളുടെ മാനമല്ല നോക്കിയത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ അബ്രാം വീണ്ടും അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ചു. അവിടുന്ന് ആ ഒന്നാമത്തത് വിളിച്ചപ്പോഴെല്ലാം കൂടെ അത് പുറപ്പെട്ടു. രണ്ടാമത്തത് അവിടുന്നാണ് സത്യദൈവം എന്ന് ഉള്ള ആ തിരിച്ചറിവ് അത് കാണിച്ചു. എങ്ങനെയാണ്
കർത്താവിനെ തന്നെ മാത്രം ആശ്രയിക്കുക, വേറെ മറ്റു സമ്പത്തിനെയും ഒന്നും ആശ്രയിക്കാതെ. അപ്പോൾ സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ ഒരു ധനത്തിൻ്റെയൊക്കെ ഒരു മോഹം ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് കർത്താവ് പരീക്ഷിക്കുകയായിരുന്നു അവിടെ. അതാണ് ലോത്തിൻ്റെ ഈ ഈജിപ്തിൽ നിന്ന് കിട്ടിയ ധനങ്ങളും എല്ലാമായിട്ട് സമ്പത്തുകളും എല്ലാമായിട്ട് ഇവിടെ വന്നപ്പോൾ ലോത്തിനോട് പറഞ്ഞത്, സ്വന്തം സഹോദരൻ്റെ മകനോട് പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു, എനിക്ക് അതിൻ്റെ ബാക്കി മതി. എന്തിനാ? ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ലോത്തിന് കൂടുതൽ പണം ഉണ്ടാക്കണം, കൂടുതൽ, കാരണം ലോക കാര്യങ്ങളുമായിട്ട് അബ്രാഹത്തിനെ പോലെ അങ്ങനെ ആ ഒരു ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ വന്നിട്ടില്ല. ലോത്തിന് ഇപ്പോഴും ആ വിഗ്രഹാരാധകരുടെ ആ മനസ്സുമായിട്ടാണ് കഴിയുന്നത്. ദൈവത്തിനെ നമ്മുടെ സഹോദരൻ ദൈവത്തെ വിളിക്കുന്നു, ദൈവം വിളിച്ചു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാവൂ. അല്ലാതെ അബ്രാഹത്തെ പോലെ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവോ ബോധ്യമോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ സമ്പത്ത്, ബന്ധം, കുടുംബ ബന്ധം, സ്വന്തം രക്തബന്ധം നിലനിർത്താൻ വേണ്ടി ആ ബന്ധം ഉപേക്ഷിക്കാതിരിക്കാൻ, അതിൻ്റെ ഇടിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയാണത് അവ എടുത്തിട്ട് ബാക്കി ഇത് തന്നാൽ മതി, ബാക്കിയുള്ളത് മതി എന്നും പറഞ്ഞ് വിട്ടത്. ഇനി അടുത്തത് നമ്മൾ 14 അധ്യായത്തിൽ ഉണ്ട് ധനത്തിൻ്റെ മോഹം, സമ്പത്ത്. അപ്പോൾ അത് ധനവും കിട്ടിയ ഇതെല്ലാം നമുക്ക് അത് മോഹം ഉണ്ടോ എന്നറിയാനാണ്. ആ മോഹത്തെ ജയിക്കാൻ, ലൗകിക സുഖത്തെ, ലൗകിക നേട്ടങ്ങളെ ജയിക്കാനുള്ള ആ കഴിവ് അബ്രാഹത്തിൽ നിന്ന് ഉണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. യുദ്ധത്തിൽ കർത്താവാണ് യുദ്ധം ചെയ്ത് വിജയിച്ചത്. പക്ഷേ ഇവിടെ ആ നേടിയതെല്ലാം അന്നത്തെ ആചാരം അനുസരിച്ച്, അന്നത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് യുദ്ധം ജയിച്ച ആളിനാണ് ആ തോറ്റ രാജ്യങ്ങളുടെ സർവസ്വവും, സർവ്വ ആളുകളെയും, സർവ്വസമ്പത്തും, സർവ്വ മനുഷ്യരും, സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും എല്ലാവരും തന്നെ. പക്ഷേ ഇവിടെ അബ്രഹാം പറയുന്ന ഇതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ വകയല്ല. കാരണം കർത്താവാണ് അതെല്ലാം നേടിക്കൊടുത്തത്, ദൈവമാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് വേണ്ട, ഒരു ചെരുപ്പിൻ്റെ വള്ളി പോലും എനിക്ക് വേണ്ട. അപ്പോൾ അവിടെയും ഇത് അബ്രഹാം ജയിച്ചു. അപ്പം ഇനി അടുത്തത് നാലാമത് സഹോദരൻ്റെ ആപത്ത് ഘട്ടത്തിലെ രക്ഷിതാവായി മാറി അബ്രഹാം. അപ്പോൾ ആ മനസ്ഥിതിയാണ് കർത്താവ് പരീക്ഷിച്ചറിഞ്ഞത്. കാരണം കായേൻ മുൻപ് ആദിയിൽ പറഞ്ഞിരുന്നു, ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നാണ് കർത്താവിനോട് ചോദിച്ചത്. അവൻ എവിടെയെന്ന് ചോദിച്ചോ, കൊന്ന് മറവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ വരുന്ന ഇത് കർത്താവ് വന്ന് ചോദിക്കുന്നു, എവിടെ നിൻ്റെ സഹോദരൻ, നീ ഒറ്റയ്ക്കേ ഉള്ളോ? അപ്പോഴാണ് പറയുന്നത്, ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ, എനിക്കതാണോ ജോലി എന്ന്. ദൈവം ഒന്നും അറിയുന്നില്ലെന്ന് വിചാരിച്ച്. ഇവിടെ അബ്രഹാം കാവൽക്കാരനല്ല, സ്വന്തം രക്ഷിതാവാകുകയാണ് ചെയ്യുന്നത്, രക്ഷകർത്താവാകുകയാണ് ചെയ്യുന്നത്. അവൻ്റെ സർവ്വകാര്യങ്ങൾ, അവൻ്റെ ഉന്നതിയിലും വീഴ്ചയിലും താഴ്ചയിലും എല്ലാം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അവൻ വീഴ്ച വന്നു പോയെങ്കിൽ അവനെ ഉയർത്തിയെടുക്കണം, താഴ്ച വന്നു പോയെങ്കിൽ അവനെ ഉന്നതിയിലെത്തിക്കണം. അതാണ് ആ രക്ഷകർത്താവിൻ്റെ ജോലി. അത് അബ്രഹാം കാണിച്ചു കൊടുത്തു, അത് പ്രവൃത്തിയിൽ ചെയ്തു കൊടുത്തു, പറയുകയല്ല ചെയ്തത്. അപ്പോൾ ആ പരീക്ഷകളിലും അവിടുന്ന് അത് അബ്രഹാം ജയിച്ചു. ഇനിയും അടുത്ത സന്താന വാഗ്ദാനം കർത്താവ് ഒരുപാട് ചെയ്യുന്നു. ഇപ്പോൾ ഈ 15-ാം അധ്യായത്തിൽ പറയുമ്പോഴും ചെയ്യുന്ന 22 വർഷം കൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ വലിയ ജനതയാക്കും, ലോകം മുഴുവനും നിൻ്റേതാകും, എണ്ണമില്ലാത്തതുപോലെ നിൻ്റെ സന്തതികൾ പെരുകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വാഗ്ദാനമാണ്, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനെ ഇങ്ങനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആകാംക്ഷയോടിരിക്കാൻ. പക്ഷേ അബ്രഹാം അതിനെ അവിശ്വസിച്ചില്ല. പിന്നെന്തുവാ ചെയ്തത്? പ്രത്യാശയോടെ കാത്തിരുന്നു. കാരണം എല്ലാത്തിൻ്റെ എല്ലാമായവനാണ്, സത്യദൈവമായവനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, എന്നോട് ഈ വാഗ്ദാനങ്ങളൊക്കെ പറയുന്നത്, അത് സമയത്തിന് നിറവേറും എന്നുള്ളതാണ്. ഇനി അടുത്തത്, അപ്പോൾ ദൃഢമായ വിശ്വാസം കർത്താവിൻ്റെ, ആ വിശ്വാസത്തിൽ അതിലും വിജയിച്ചു. ഇനിയും നമ്മൾ 6-ാമത്തേതിൽ കാണുന്നത്, ഇതുവരെ
ഈ എവിടെ ചെന്നോ കർത്താവ് വിളിച്ചിട്ട് എവിടെ ചെന്ന് താമസമാക്കുന്നോ അവിടെ കർത്താവിന് ബലിപീഠം പണിയുകയാണ്, ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹാം നമ്മൾ അധ്യായങ്ങൾ 13 മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പോഴത് അപ്പം വിളിച്ചെടുത്ത് അവിടെ ബലിപീഠം പണിഞ്ഞ് ബലി അർപ്പിക്കുന്നത് എന്തിനാ? കൃതജ്ഞതയാണ്. ഈ ഇതുവരെയുള്ള വഴികളിൽ എന്നെ എല്ലാം എൻ്റെ പ്രവൃത്തികളിലെല്ലാം കൂടെ ഇരുന്ന് എന്നെ നയിച്ചവനായ സർവശക്തനായവന് സർവ്വതും ഞാൻ കാഴ്ചവെക്കുന്നു, അർപ്പിക്കുന്നു പറഞ്ഞൊക്കെ ഉള്ള അത് ചെയ്യാവുന്ന ഏറ്റവും നല്ല ബലി കർത്താവിനെ അർപ്പിക്കുന്നു. അപ്പം കർത്താവിനെ അതും സന്തുഷ്ടനായി കർത്താവ്. കാരണം ഒരിക്കലും കർത്താവിനെ മറക്കുന്നില്ല, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല ഉപയോഗിക്കുന്നതെന്ന് നമ്മളിന്ന് മനസ്സിലാക്കണം. നമ്മളിന്ന് ചെയ്യുന്നതെല്ലാം നമ്മുടെ ബലിയർപ്പണം, നമ്മൾ ദിവസവും വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ബലിയർപ്പണമാണ്. അതിൽ നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് ഇന്ന് കർത്താവിനെ അന്വേഷിക്കുന്നത് എല്ലാവരും. ബലിയർപ്പണത്തിലൊക്കെ ഒരുപാട് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പറയും. എനിക്കത് വേണം, ഇത് വേണം, എൻ്റെ മക്കളൊക്കെ പഠിച്ച് ഉന്നതരാകണം, ഏറ്റവും ഉന്നത നിലയിലായിരിക്കണം, അടുത്തുള്ളവരെക്കാളുമൊക്കെ ഉയർന്ന നിലയിൽ അവർ വരണം, ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ളവരായിരിക്കണം, എല്ലാം എനിക്ക് അതുപോലുള്ള ഭവനങ്ങൾ വേണം. പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും UK ജർമ്മനിയിലോ കാനഡയിലോ അമേരിക്കയിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കണം. അല്ല ഇവിടെ ജീവിക്കുക, എനിക്കും ആ കൂട്ടത്തിൽ പോകാൻ സാധിക്കണം എന്നൊക്കെ ഉള്ളതല്ലേ. അല്ലെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ IELTS പരീക്ഷയോ അതൊക്കെ ജയിക്കണം. അപ്പോൾ അതിന് പരീക്ഷയ്ക്ക് പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കണം. അതിലെല്ലാം ഒന്നാമൻ തന്നെ ആയിരിക്കണം, അതിൽ താഴോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം അതാണ്. അപ്പം ഇവിടെ അബ്രഹാം തനിക്ക് വേണ്ടി സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, എല്ലാം വിട്ടുകൊടുക്കാനായിരുന്നു. എല്ലാം ദൈവം തന്നുകൊള്ളും. കാരണം കൂടെ വിളിച്ചത് കൊണ്ട് നടക്കുന്നവൻ്റെ ഉത്തരവാദിത്വമാണത് എന്നുള്ള ആ പൂർണ്ണമായ ബോധ്യം നമ്മളെ പോലെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വീഴ്ചകൾ വരുന്നത്. കാരണം വിളിച്ചവൻ്റെയോടൊപ്പം അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല ഹൃദയത്തിലും ബോധതലങ്ങളിലെല്ലാം തന്നെ അധരങ്ങളിലും ഈ നാവിലും എല്ലാം തന്നെ കർത്താവിനുള്ള വിശ്വസ്തത ഉണ്ടായിരുന്ന പ്രവൃത്തികളിലെല്ലാം. അതാണ് കൃതജ്ഞതാ ബലി അർപ്പണം. കർത്താവ് സ്വീകരിച്ചു, കർത്താവിന് പരിപൂർണ സന്തോഷമായി. അപ്പോൾ ഏഴാമത് കാണുന്ന ഇതുവരെയുള്ള ഇതിനെല്ലാം കൃതജ്ഞത പൂർണ്ണമായിട്ട് വിശ്വാസം ഉറപ്പിക്കലാണത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഇപ്പോഴേ 15-ാം അധ്യായത്തിൽ തന്നെ ബലി വരുന്നു. അത് ഒരു ബലി അർപ്പണമുണ്ട്. അത് നമ്മൾ അടുത്ത പ്രാവശ്യമായിരിക്കും പഠിക്കാൻ പറ്റുന്ന, അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ അവിടെ എല്ലാം ആവർത്തിച്ച് കൃതജ്ഞത അർപ്പിക്കുകയാണ് ചെയ്യുന്നത്, വിശ്വാസം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവിനെ അബ്രഹാം തുടർന്നു. കർത്താവ് പറഞ്ഞു, എനിക്ക് എന്തോ പ്രതിഫലം വലുതായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചോദിക്കുന്നത്, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്തോ പ്രതിഫലം കിട്ടാൻ, എന്തോ പ്രതിഫലം തന്നിട്ട് എന്തോ കാര്യം? കാരണം എൻ്റെ പരിചാരകനും എൻ്റെ കാര്യവിചാരകനുമായിരിക്കുന്നവനാണ് എൻ്റെ മുഴുവൻ സമ്പത്തിന് ഞാൻ എന്ത് സമ്പാദിച്ചാലും അതിൻ്റെ ഉടമസ്ഥൻ. എനിക്ക് സ്വന്തമായിട്ടൊരു സന്താനമില്ല, പിന്നെ ആരനുഭവിക്കാനാ? അവരനുഭവിക്കാൻ. അപ്പോൾ അങ്ങനൊരു മനസ്സിൻ്റെ ഒരു വിഷമം നോക്കിക്കോണം. 22 വർഷമായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ച് 22-23 വർഷമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവം. അപ്പോഴും മറ്റുള്ളവർ നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ ഈ പോയിട്ട് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം പോലും ക്ഷമിക്കത്തില്ലല്ലോ വാഗ്ദാനം കിട്ടിക്കഴിഞ്ഞാൽ. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? പിന്നെ വേറെ വഴിയില്ലയോ എന്ന് നമ്മൾ വേറെ കാര്യം നോക്കട്ടെ, ദൈവം പോയി ദൈവത്തിൻ്റെ വഴി നോക്കട്ടെ, ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം എന്നും പറഞ്ഞ് പോകത്തില്ലേ? ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അവസാനം വരെയും പ്രത്യാശയോടെ ഇരിക്കുകയാണ്. അപ്പോഴും എനിക്കൊരു സന്താനത്തെ അവിടെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ പിറന്ന ആസറിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. അപ്പോൾ കർത്താവ് വീണ്ടും പറഞ്ഞു അവനോട്, എന്തു അരുളപ്പാടുണ്ടായി, നിൻ്റെ അവകാശി അവനായിരിക്കില്ല, നിൻ്റെ മകൻ തന്നെ ആയിരിക്കും. ഇത്രയുമായിട്ട് തന്നിട്ടില്ല. അപ്പോൾ പിന്നെയും പറയാം മകൻ തന്നെയാണ്. ഒരു മകനുണ്ട്, ആ മകൻ ഉണ്ടാകും നിനക്ക്. അവിടുന്ന്
അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിൻ്റെ സന്താന പരമ്പരയെ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ കർത്താവിന് പണ്ട് 13-ാം അധ്യായത്തിൽ പറഞ്ഞു, തറയിൽ ഭൂമിയിൽ ഈ പൂഴി പോലെ ഒരു പിടി പൂഴി എടുത്താൽ അത് എത്രത്തോളം എണ്ണാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതുപോലെ നോക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത് കർത്താവ് അബ്രാമിനോട്. അത്രയും സന്തതികളുണ്ടാകും നിനക്ക്, എണ്ണി തീർക്കാൻ പറ്റത്തില്ല. മനുഷ്യബുദ്ധിക്ക് എണ്ണാൻ പറ്റാത്തിടത്തോളം ജനതകൾ നിന്നിൽ നിന്ന് സന്തതികൾ ഉണ്ടാകും. അപ്പോൾ അത് പൂഴിയിൽ നിന്ന് ഉണ്ടാകുന്ന ഇപ്പം പറയുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അത് എണ്ണാമെങ്കിൽ എണ്ണിക്കോ, അതുപോലെ ആകുമെന്ന്. അപ്പോൾ ആദ്യം പൂഴിയിലെ പറഞ്ഞു, രണ്ടും ശരിയാണ്. ഇന്നുകൊണ്ട് പൂഴിയെ നോക്കി ജീവിക്കുന്ന, അതായത് മണ്ണിനോട് പടവെട്ടി മണ്ണിനെ ഇതെല്ലാം സ്വന്തമാക്കുക, മറ്റുള്ളവരെ എല്ലാവരോടെല്ലാം പടവെട്ടി ഈ കാണുന്ന ഭൂമിയെല്ലാം സ്വന്തമാക്കാനായിട്ട് ഒരു ജനതയുണ്ട്. അവർക്ക് മറ്റൊന്നും വേണ്ട, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്കതല്ല, അങ്ങനെ ഭൂമിയെ സ്വന്തമാക്കുന്ന ആ ഒരു ജനത, അതാണ് ആദ്യം പറഞ്ഞത്. ഇന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ന് പറഞ്ഞപ്പോൾ ഇനി ഒരു മകനുണ്ട് നിൻ്റെ ഔദ്യോഗികമായിട്ട് ഉള്ളത്, നിൻ്റെ രക്തത്തിൽ തന്നെ പിറന്ന നിൻ്റെ തന്നെ ഭാര്യ തന്നെ പ്രസവിക്കുന്ന മകൻ. അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണം എടുക്കാൻ കഴിയാത്ത അത്രത്തോളം ഉണ്ടായിരിക്കും. അവരും പെരുകും. പക്ഷേ അവർ നക്ഷത്രങ്ങളെ നോക്കിയാണ് ജീവിക്കുന്നത്. അതേ നക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങൾ ഉള്ളത് ഏതാണ്? കർത്താവിൻ്റെ വാസസ്ഥാനമാണ് ഉന്നതങ്ങളിൽ. ആ വാസസ്ഥാനം നിങ്ങൾ നോക്കി അത് അവകാശമാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്, ദൈവത്തോടൊത്തി ചേർന്നുകൊണ്ട്. അതാണ് അവിടെ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഇതുപോലുള്ള ഒരു സന്തതിയും നിനക്ക് ഉണ്ടാകും എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം, അപ്പോൾ ആദ്യത്തേത് മണ്ണ് സ്വന്തമാക്കുക, ഭൂമി സ്വന്തമാക്കുക, മറ്റാർക്കും കൊടുക്കാതെ അവരിൽ നിന്നെല്ലാം വെട്ടിപ്പിടിച്ച് അവരുടെ എല്ലാം ഇങ്ങെടുക്കുക. അപ്പോൾ അത് ആ ജഡിക സുഖത്തിൽ മാത്രം ആകർഷകരായിട്ടുള്ള ഒരു ജനത, അത് യഥാർത്ഥമാണ്, ഇപ്പോഴും ഉണ്ടല്ലോ. ഇനി രണ്ടാമത്തേത് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ നാട് നോക്കി ജീവിക്കുന്ന ആ ജനത. അതാണ് കർത്താവ് കൽപ്പിക്കുന്നതിന് അവിടെ അബ്രഹാം ഇല്ല, പറ്റത്തില്ല, എനിക്ക് ഇതൊന്നും വിശ്വാസമില്ലെന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവിൽ അവൻ വിശ്വസിച്ചു, അവിടുന്ന് അവനത് നീതീകരണമായി കണക്കാക്കി. തുടർന്ന് അവിടുന്ന് അരുളി ചെയ്ത്, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. കൽദായരുടെ ഊരല്ല, ഊർ എന്ന് പറയും ദേശം, കൽദായരുടെ ദേശം, ബാബിലോണിൽ ആ ദേശത്തിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ഞാൻ. കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന അതേ ദൈവം തന്നെയാണ് ഞാൻ പറയുന്നത്. നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, ദൈവമായ കർത്താവ്, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടെ ഒരു ചെറിയ സംശയം പറയുന്നു. അല്ലാതെ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയുന്നില്ല, മനുഷ്യനല്ലേ. അബ്രഹാം പറയുന്നത് അതാണ്, മനസ്സിൽ ചിന്തിച്ചത് അതാണ്. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്നതിന് കർത്താവ് ഇങ്ങനെ 10-23 വർഷങ്ങൾ കൊണ്ട് പറയുന്നു. അപ്പോൾ അത് വിശ്വസിക്കുന്നതിന് അവിടെ കർത്താവിനോട് സംശയം ചോദിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ പുതിയ നിയമത്തിൽ കാണും, സഖറിയ സ്നാപക യോഹന്നാൻ്റെ പിതാവ്, നിനക്ക് ഒരു പുത്രൻ ഇപ്പോൾ തരും ഈ വാർദ്ധക്യത്തിൽ, അതായത് ഈ 100 വയസ്സുമൊക്കെ ആയ ഒരു മനുഷ്യൻ എങ്ങനെ പുത്രനുണ്ടാകുമെന്ന് അവർ വിചാരിച്ച് നമുക്ക് തോന്നും. അങ്ങനെയല്ല, കർത്താവ് ദൈവം കണ്ടത് അങ്ങനെയല്ല. അവനങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം കർത്താവ് ഈ സംഭവങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിതനായിരുന്നു സഖറിയ. അപ്പോൾ പുരോഹിതനെ തെറ്റാൻ പാടില്ല, അത് വിശ്വസിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അയാൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കന്യാമറിയത്തിനോട് പറയുമ്പോഴേ വെറും ഒരു ബാലിക അത് വിശ്വസിച്ചു. കർത്താവിനോട് സംശയം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല എങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ, ഒരു വിവാഹപ്രായമായ കന്യാപ്രായമായ ഒരു കുട്ടിയുടെ ഒരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനുള്ള സംശയം, അത് കർത്താവ് നിവർത്തിച്ചു കൊടുത്തു. ദൈവത്തിന് അസാധ്യമായിട്ടൊരു ഭൂമി ഈ ലോകത്ത് അല്ലെങ്കിൽ എവിടെയായാലും ആകാശത്തിലും ഭൂമിയിലും ഒന്നുമില്ല. അപ്പോൾ അതിൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. അത് കർത്താവ് സ്വീകരിച്ചു.
അപ്പോൾ അതുപോലെയാണ് കർത്താവ് നമ്മൾ പറയുന്നതിനെല്ലാം നമ്മൾ അത് ആമീൻ പറയണം. കർത്താവ് അപ്പോൾ നമ്മൾ അതിനോട് ഏറ്റുപിടിച്ച് അങ്ങനെ ആമീൻ പറയുമ്പോൾ അത് ഹൃദയത്തിലേറ്റിക്കൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. അതാണ് ഇവിടെ അബ്രഹാം ചോദിച്ചതും കർത്താവ് പറഞ്ഞത്. അപ്പോൾ അടുത്ത തുറന്ന് പറയുന്നുണ്ട്, ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശു കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളംപ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവിടെ കർത്താവ് ദൃഢമായ ഒരു ബലി, ദൃഢമായ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതിന് ഒരു അചഞ്ചലമായ ഉടമ്പടി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൃഢതയാർന്ന ഉടമ്പടി, അല്ലാതെ എപ്പോഴും അത് മാറ്റാൻ പറ്റുന്നതല്ല. ഋജുവായത് ഒരു ഉടമ്പടിയാണ് ഇവിടെ കിട്ടുന്നത്, ഇവിടെ ദൈവം ചെയ്യാൻ പോകുന്നത്. കർത്താവിൻ്റെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് പഠിക്കാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നവർ ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾക്ക് ഇതെല്ലാം ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും പോലെയാണ് നമ്മളിവിടെ പയ്യെ കേട്ടതും പഠിച്ചതും കേട്ടതും എല്ലാം. അതിൽ നിന്ന് മാറ്റമില്ല. അന്നത്തെ ആ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റിലും നമ്മുടെ രാജ്യത്തും എല്ലാം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ ഗ്രഹിക്കാൻ നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. ആമേൻ. കർത്താവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.